മഹാരഥന്മാരായ സ്വഹാബത്ത് ഈ ജാറവുമായി ബന്ധപ്പെട്ട് ഖബറുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ ശക്തമായി സൂക്ഷ്മമായി അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം, പേർഷ്യൻ ഭരണാധികാരിയായിരുന്ന യസ്തജത്ത് മൂന്നാമന്റെ ഭരണകാലഘട്ടത്തിൽ ഹുർമസാൻ എന്ന് പറയുന്ന ഒരു സൈനിക നേതാവ് ഭരണം നടത്തിയിരുന്ന തുസ്തുർ എന്ന് പറയുന്ന പ്രദേശം മഹാരഥന്മാരായ സ്വഹാബത്ത് കീഴടക്കുകയാണ്. ആ കീഴടക്കിയ സന്ദർഭത്തെക്കുറിച്ചെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യമാണ് തുസ്തർ എന്ന് പറയുന്ന ആ പ്രദേശം കീഴടക്കുന്നത്. ആ പ്രദേശത്തിന്റെ സൈന്യാധിപനായിരുന്ന ഹുർമുസാനെ പിടിക്കപ്പെടുകയാണ്. അങ്ങനെ ഹുർമുസാനെയും അതുപോലെ തന്നെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എഴുതിയ ഒരു കത്തും ആ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് കൊടുത്തയക്കപ്പെടുകയാണ്. അങ്ങനെ ഹുർമുസാൻ മദീനത്തെത്തുന്ന രംഗം ചരിത്രത്തിൽ കാണാൻ കഴിയും. പിടിക്കപ്പെട്ട ഹുർമുസാൻ മദീനത്തേക്ക് വരുന്നത് അദ്ദേഹം ഭരണം നടത്തിയിരുന്ന ആ കൊട്ടാരത്തിൽ എങ്ങനെയാണോ അദ്ദേഹം ജീവിച്ചിരുന്നത് അതേ ഉടയാടകളോട് കൂടിയിട്ടാണ് മദീനയിലേക്ക് ഹുർമുസാൻ കടന്നു വരുന്നത്. ഹുർമുസാൻ കടന്നു വന്ന് മദീനയിലെ ഖലീഫയെ, ഈ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ വിശാലമായി കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ഇന്ന് സൗദി അറേബ്യയും അതുപോലെ തന്നെ ഒമാനും യമനും അതുപോലെ തന്നെ UAE-യും ഖത്തറും കുവൈത്തും ഇറാഖും അതുപോലെ തന്നെ ബഹ്റൈനും അടങ്ങുന്ന വിശാലമായ, ജോർദാൻ അടങ്ങുന്ന, പലസ്തീൻ അടങ്ങുന്ന വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപൻ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ് ഹുർമുസാൻ വരുന്നത്. അങ്ങനെ മദീനത്ത് വന്ന് ഉമറിനെ അന്വേഷിക്കുകയാണ്. അപ്പൊ ആളുകൾ കാണിച്ചു കൊടുത്തു, ഉമർദാ അവിടെ അങ്ങനെ ഈന്തപ്പന്റെ ഓലന്റെ താഴത്ത് തണലില് ആ മണല് കിടക്കുന്ന ആളാണ്. അപ്പൊ ഹുർമുസാന് വളരെ വലിയ അത്ഭുതമായി. ഇതാണോ നിങ്ങളുടെ സുൽത്താൻ? ഇതാണോ നിങ്ങളുടെ ഭരണാധികാരി? അപ്പൊ ആൾക്കാർ തിരുത്തുകയാണ്, അദ്ദേഹം ഞങ്ങളെ സുൽത്താനല്ല, ഞങ്ങളുടെ ഭരണാധികാരിയല്ല, അമീറുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ അമീറാണ്. അപ്പോ ഹുർമുസാൻ വീണ്ടും ചോദിക്കുകയാണ്, ഉമറിന്റെ അംഗരക്ഷകരിവിടെ, ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആൾക്കാരൊന്നുമില്ലേ? അപ്പൊ വീണ്ടും ജനങ്ങളെ മറുപടിയാണ്, ഉമറിന്റെ മറുപടിയല്ല, ജനങ്ങളെ മറുപടിയാണ്. അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുത്തതോടുകൂടി, ഈ ഭരണാധികാരം അദ്ദേഹം ഏറ്റെടുത്തതോടുകൂടി അദ്ദേഹത്തിന്റെ സംരക്ഷകൻ അത് പടച്ച റബ്ബാണ്, അള്ളാഹുവാണ് എന്ന് ആളുകൾ, പൊതുജനങ്ങൾ മറുപടി പറയാണ് ഹുർമുസാൻ. ഇത് കേട്ടതോടുകൂടി ഹുർമുസാന് ഭയങ്കര അത്ഭുതമായി. എന്നിട്ട് ഹുർമുസാൻ ഉമർ ബിൻ ഖത്താബിനെ പുകഴ്ത്തുന്നുണ്ട്. സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, നീതിയുടെ ആൾ രൂപമായ ഉമർ എന്നെല്ലാം ഹുർമുസാൻ പുകഴ്ത്തി പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ വിഷയം, ഹുർമുസാനെ പിടിക്കപ്പെട്ടപ്പോ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു തുസ്തർ എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് ഹുർമുസാനെ പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം കണ്ടുകെട്ടി. അതിൽ ഒരു കട്ടിലും ആ കട്ടിലിൽ വെക്കപ്പെട്ടിരുന്ന ഒരു മൃതദേഹവും അതിന്റെ തലഭാഗത്ത് നിന്ന് ഒരു മുസ്ഹഫ് അഥവാ ഒരു ഏടും ഈ പിടിച്ചെടുക്കപ്പെട്ട സമ്പത്തിലുണ്ടായിരുന്നു. ദ്രവിച്ചു പോവാത്ത, ഒരു കേടും വരാത്ത, ജീർണിക്കാത്ത ഒരു മൃതദേഹം ഒരു കട്ടിൽ നിന്ന് കിട്ടി ഇദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ കൂട്ടത്തുനിന്ന്. അങ്ങനെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്. ആ കത്ത് മദീനത്തെത്തി. അതിലുള്ള വിഷയം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ നാട് പിടിച്ചെടുത്തപ്പോ ഇവിടുന്ന് ഒരു മൃതദേഹം കിട്ടി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന്, ആ മൃതദേഹത്തിന്റെ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നും ജീർണിച്ചിട്ടില്ല. തലയുടെ പുറകുഭാഗത്ത് മുടിയുടെ ഒരു ഭാഗം ഒഴികെ ബാക്കിയെല്ലാം കൃത്യമായ രൂപത്തിൽ, ഒരു പ്രശ്നവുമില്ലാത്ത, ഒരു ജീർണതയുമില്ലാത്ത ഒരു മയ്യത്ത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഈ കത്ത് വായിച്ചപ്പോൾ ഹുർമുസാനോട് ചോദിച്ചു, ആരാണത്, എന്താണത്, വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ഹുർമുസാൻ വിശദീകരിച്ചു, അത് ഞങ്ങളുടെ പൂർവികരായി ഞങ്ങൾക്ക് കൈമാറി വന്ന ഒരു മയ്യത്താണ്, ഒരു മൃതദേഹമാണ്. അപ്പൊ അത് ആരുടെ മൃതദേഹമാണ് ഉമർ ചോദിച്ചു. ഹുർമുസാന്റെ മറുപടി, അത് ഡാനിയേൽ എന്ന് പറയുന്ന ഞങ്ങളുടെ പൂർവികരിലേക്ക് വന്ന ഒരു നബിയുടെ മയ്യത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് വിഷയം ബോധ്യമായി. കാരണം നബിമാരുടെ മയ്യത്ത് ഒരിക്കലും മണ്ണോ അതുപോലെ തന്നെ തീയോ അത് തിന്നപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് അതൊരു പ്രവാചകന്റെ നബിയുടെ മയ്യത്താണ് എന്ന് ബോധ്യമാവുകയാണ്. ഇത് അറിഞ്ഞ പാടെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി എഴുതാൻ. ആ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അബൂ മൂസ, നീ ആ മയ്യത്ത് സംസ്കരിക്കണം. എന്നിട്ട് സംസ്കരിക്കേണ്ടുന്ന രൂപം ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. നീ പകലിൽ 12 ഖബറുകൾ നീ എടുക്കണം, 12 ഖബറുകൾ ഉണ്ടാക്കണം. അങ്ങനെ പകലിൽ 12 ഖബറുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി ആരും കാണാത്ത സമയത്ത് ആ മയ്യത്ത് അതിലേതെങ്കിലും ഒരു ഖബറിൽ നീ മറമാടണം. അതിന്റെ ഒരു ശേഷിപ്പും നീ ബാക്കി വെക്കരുത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ നിർദ്ദേശപ്രകാരം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആ വിഷയം പൂർത്തീകരിക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘവീക്ഷണത്തെ കുറിച്ചാണ്. പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഒരു സമൂഹം വരാനുണ്ട്. നമ്മുടെ നാട്ടിൽ കുബൂരികളെ പോലെ
ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജാറം കൊണ്ട് മയ്യത്ത് കൊണ്ട് ജീവിക്കുന്ന, മനുഷ്യനെ തിന്ന് ജീവിക്കുന്ന, മയ്യത്ത് വിറ്റ് തിന്ന് ജീവിക്കുന്ന ആളുകൾ പിൽക്കാലഘട്ടത്തിൽ വരാനുണ്ട് എന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘവീക്ഷണം. ആ ദീർഘവീക്ഷണത്തോടു കൂടി ഉമർ റളിയല്ലാഹു അൻഹു ദാനിയേൽ എന്ന് പറയുന്ന ചരിത്രത്തിൽ പ്രസിദ്ധമായ ആ നബിയെ മറമാടിയ രംഗം ചരിത്രത്തിലേറെ ശ്രദ്ധേയമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇത്ര സൂക്ഷ്മമായി കണിശമായ രൂപത്തിൽ ഇത്തരം വിഷയങ്ങളെ സ്വഹാബത്ത് സമീപിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ മയ്യത്തുമായി ബന്ധപ്പെട്ട, ഇതുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളെ ശക്തമായ രൂപത്തിൽ മനസ്സിലാക്കാനും അതിനെതിരെ ശക്തമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കാനും പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്ന് വളരെ ആത്മാർത്ഥമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ വഴിയിൽ ശക്തമായ രൂപത്തിൽ അടിയുറച്ചു നിൽക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്.